കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്, ഒരു സംഖ്യയോട് 5 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 5 ആണെങ്കിൽ സംഖ്യ ഏതെന്ന്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ. സംഖ്യ തൽക്കാലം ഞാൻ എക്സ് എന്ന് എടുത്തോട്ടെ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ സംഖ്യയോട് 5 കൂട്ടി. ഇതാണ് സ്റ്റാർട്ടിംഗ് ഫേസിൽ പറയുന്നത്. ഒരു സംഖ്യയോട് 5 കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ വർഗ്ഗമൂലം, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു അല്ലേ? ഇതിൻ്റെ വില എന്താണോ വീണ്ടും അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ ചോദ്യം? വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തപ്പം കിട്ടിയ റിസൾട്ടാണ് 5. ഓക്കെയാണോ എൻ്റെ കുട്ടികളെ? എന്തായാലും നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സിൻ്റെ പ്രസൻസ് റൂട്ടിനകത്താ. റൂട്ട് മാറാതെ എക്സിനെ അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? റൂട്ട് പോകണമെങ്കിൽ സ്ക്വയർ ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ സ്ക്വയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റും ചെയ്യണം റൈറ്റും ചെയ്യണം. ലോജിക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലൊരു റൂട്ട് 10 ഉണ്ടെന്ന് കരുതുക. അവനെ സ്ക്വയർ ചെയ്യുമ്പം ഈ റൂട്ട് 10നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി മാറും? റൂട്ട് അങ്ങ് ന്യൂട്രലൈസ് ആയി പോവും. 10 എന്നൊരു വിലയിൽ വരും. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അപ്പം ഞാൻ ഇവിടെ സ്ക്വയർ ചെയ്യാൻ പോവാം. അപ്പോൾ റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്തേ പറ്റും. നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിങ് കഴിയുമ്പോൾ എന്തായാലും ഫസ്റ്റ് റൂട്ട് ന്യൂട്രലൈസ് ആയി പോവും. ആദ്യത്തെ റൂട്ട് അവിടുന്ന് പോയി കിട്ടി. ലെഫ്റ്റ് സൈഡിൽ എന്താകും? റൈറ്റ് സൈഡിൽ എന്താകും? 5ൻ്റെ സ്ക്വയർ 25 മാറും. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? കഴിഞ്ഞോ? ഇല്ല. ഒരു സ്ക്വയറിങ്ങും കൂടെ നടന്നാൽ മാത്രമേ ഇവിടുന്ന് ഈ റൂട്ടിൻ്റെ പ്രസൻസ് പോകത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ വീണ്ടും സ്ക്വയർ ചെയ്യുക. ലെഫ്റ്റും റൈറ്റും സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്താൽ റൂട്ട് പോയി എന്ത് മാത്രമായി? x+5 മാത്രമായി. ഇനി ആരെ സ്ക്വയർ ചെയ്യണം? ഈ 25നെ സ്ക്വയർ ചെയ്യണം. റൈറ്റ് സൈഡിൽ കിടക്കുന്ന 25നെ സ്ക്വയർ ചെയ്താൽ 625. അപ്പം നമുക്ക് കിട്ടി x+5യുടെ വിലയാണ് 625. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഖ്യ ആരെന്നാണ് അറിയണ്ടേ? 625 - 5 നമ്മുടെ സംഖ്യ ആരെന്ന് ചോദിച്ചാൽ അത് 620 ആണ്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.